നമ്മൾ ഇന്ന് പുതിയൊരു ലോൺ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് ലോൺ തരുന്നൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 3000 ഈ ആപ്ലിക്കേഷനിൽ അപ്രൂവ് ആയിട്ടുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ലോൺ എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ആപ്ലിക്കേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ പേര് ATM Cred എന്നാണ്. പേര് കുറച്ച് വിയർഡാണ്, ATM Cred എന്ന് പറയുന്നത്. എന്നാലും RBI രജിസ്റ്റേർഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. 4.6 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 10K+ ഡൗൺലോഡും വരുന്നുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് 2025 സെപ്റ്റംബറിലാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 lakh വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 3 month തൊട്ട് 120 month വരെയൊക്കെ ടെന്യൂർ വരും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് നമുക്ക് 36% വരെ വരും. പ്രോസസിംഗ് ഫീസ് നമുക്ക് 5% വരും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 60 ദിവസത്തിൽ താഴെ നമുക്ക് ടെന്യൂർ വരില്ല എന്ന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് എത്ര കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു RBI രജിസ്റ്റേർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. സ്വാസ്തിക് ഫൈനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC വഴിയാണ് മെയിനായിട്ട് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവർ എങ്ങനെ ലോൺ എടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഏജ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. 21-നും 60-നും ഇടയിലുള്ള ആൾക്കാർക്കാണ് ലോൺ എടുക്കാൻ പറ്റുമെന്ന് കൊടുത്തിട്ടുണ്ട്. മിനിമം ഇൻകം 5000 വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ് വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാലറിഡ് സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്ക് ലോൺ കിട്ടുമെന്നും കൊടുത്തിട്ടുണ്ട്. താഴെ ഇവിടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിലും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇതാണ് ആപ്ലിക്കേഷൻ. ATM Cred എന്നാണ് പേര്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം എടുക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണ്. അവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ OTP കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ലോൺ പ്രോസസ് എന്ന് പറഞ്ഞ് കാണാം. താഴെയായിട്ട് നമുക്ക് കസ്റ്റമർ കെയറിൻ്റെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ലോൺ പ്രോസസ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തത് ആദ്യം തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഡിജി ലോക്കർ വഴി ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, OTP കൊടുക്കുക, വെരിഫൈ ചെയ്യുക. ശേഷം ഇമെയിൽ കൊടുക്കുക, അത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും കൊടുത്ത് ടിക്ക് കൊടുത്ത് സാലറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഫേസ് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലൊരു സെൽഫി ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സെൽഫി ആഡ് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1000 തൊട്ട് 20,000 വരെ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ റെഫറൻസ് എന്നുള്ള രീതിയിൽ ഒരാളുടെ പേരും റിലേഷനും നമ്പറും കൊടുക്കുക. ശേഷം സിം വെരിഫൈ ചെയ്യണം OTP കൊടുത്തുകൊണ്ട്. അതും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് കൊടുത്ത് കണക്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് വെച്ച് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്തെടുത്തോളും ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ കൊടുക്കാനായിട്ട് പറയും. ടൈപ്പ് ചെയ്തിട്ട് അതും കൊടുത്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ അണ്ടർ റിവ്യൂ, ഇറ്റ് വിൽ ടേക്ക് 1 to 2 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് 11:45 എനിക്കൊരു 3 മണി 3:30 ആയപ്പോഴേക്കും അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്രൂവൽ വന്നിരിക്കുന്നത് 3000 ആണ്. നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ അകത്ത്. യു ആർ പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ പേ ഡേ 30K എന്ന് പറഞ്ഞിട്ട് താഴെ ഡ്യൂ ഡേറ്റും ടോട്ടൽ ലോൺ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഡിസ്ബേഴ്സ് ആവുന്നു, എത്ര പ്രോസസിംഗ് ഫീസ് വരുന്നു, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനിവിടെ പ്രൊസീഡ് വിത്ത് ദിസ് പ്ലാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത പേജിലോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് ലോണിൻ്റെ ടോട്ടൽ എമൗണ്ട് 3660 പേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് EMI ഇൻസ്റ്റാൾമെൻറ്റ് സെപ്റ്റംബർ 4 4300 അടയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. എനിക്ക് എന്താ സ്കീം എന്ന് മനസ്സിലായില്ല. നേരത്തെ പേ ചെയ്യുവാണെങ്കിൽ 3600 അടച്ചാൽ മതി എന്നും ചിലപ്പോൾ ഡ്യൂ ഡേറ്റിന് അടയ്ക്കാനാണെങ്കിൽ 4350 അടയ്ക്കാനായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. ഞാൻ മുന്നിട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ഈനാച്ച് കംപ്ലീറ്റ് ചെയ്ത് സൈൻ ചെയ്ത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനേ കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഈ പറയുന്ന ലോൺ എമൗണ്ട് എത്ര കിട്ടും എന്നുള്ളത് കാണിക്കുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. കാരണം വെറുതെ ഈ മാൻഡേറ്റ് ചെയ്ത് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചിലപ്പോൾ ഡിസ്ബേഴ്സ് ആവുന്ന എമൗണ്ടും ഫീസ് കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും മുന്നോട്ട് പോയി എടുക്കാനായിട്ട് നിന്നില്ല. എനിക്ക് മനസ്സിലായിടത്തോളം എന്തായാലും നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അപ്രൂവ് ആവുമെന്ന് നോക്കുക. നിങ്ങൾക്ക് എടുക്കാനുള്ള മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അടുത്ത പേജിൽ ഈ പറയുന്ന ഡിസ്ബേഴ്സ് ആവുന്ന എമൗണ്ട്, ഫീസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. കണ്ടെടുത്തോളം വലിയ കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിനുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.